വിശുദ്ധ വേദത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വെട്ടം തരേണ്ട 5 സുന്ദരികളെ കുറിച്ചാണ് പറയുക. ഒന്നാമത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഒന്നാമത്തെ സുന്ദരി. 4-ാം അധ്യായത്തിൽ 24-26 വാക്യങ്ങളിൽ കാണുന്ന ഒരാളാണ്. പുറപ്പാട് 4-24-25 വാക്യങ്ങളിൽ മോശയുടെ ഭാര്യയാണ് ആള്. സിപ്പോറ എന്ന പേരുണ്ട്. കഥ പറഞ്ഞ് മുന്നോട്ട് പോകാം. ആ രീതിയിൽ അതായിരിക്കും നല്ലത്. ഇസ്രായേലിന്റെ വിമോചകനാകാൻ മോശയെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. കുറെ വർഷം ആടുകളെ മേയിച്ച് നടന്നിരുന്ന മോശ വളരെ പെട്ടെന്നൊരു വെളിപ്പാട് കിട്ടിയിട്ട് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, കൂടെ ഒരു ഭാര്യയുണ്ട്. പുള്ളിക്കാരിയുടെ പേര് സിപ്പോറ. എന്നൊക്കെ പറഞ്ഞ് സിപ്പോറ. 2 പിള്ളേരുണ്ട്. 2 ആൺമക്കളാണ്, ഗർഷോം, എലയാസർ. മോശയുടെ കയ്യിലൊരു വടിയുണ്ട്. നടന്നു പോവുകയാണ്. കാണുന്നുണ്ടോ? പോകുന്ന വഴിയിൽ ഒരു സംഭവം ഉണ്ടായി. പ്രതീക്ഷിക്കാതെ വളരെ സർപ്രൈസായി. ഒരു ദൈവദൂതൻ പെട്ടെന്ന് സംഹാര രൂപം പൂണ്ട് മോശയെ കൊല്ലാനായിട്ട് തുടങ്ങാണ്. എന്നെ പണിയാണിത്. നിയോഗം ദൈവത്തിൻ്റെതാണ്. വഴിയിൽ കൊല്ലാൻ തുടങ്ങുന്നതും ദൈവത്തിന്റെ ദൂതൻ തന്നെ. മോശ അമ്പരന്ന് പോയി. മോശയ്ക്ക് കത്തിയില്ല. കാര്യം എന്താണ്? മരണത്തെ മുന്നിൽ കണ്ട മോശ പെട്ടെന്നൊരു കാര്യം ഉണ്ടായി. പിള്ളേര് വരണ്ടു നിൽക്കുകയാണ്. 2 എണ്ണം. ഭാര്യ കൂടെയുണ്ട്, സിപ്പോറ. അവൾ പെട്ടെന്ന് തന്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു കൽക്കത്തി, അന്ന് ഇരുമ്പ് കൊണ്ടുള്ള കത്തിയില്ല, ഒരു കൽക്കത്തി എടുത്തിട്ട് ഈ 2 ആൺപിള്ളേരിൽ ഒരുത്തന്റെ, ആരുടേതാണെന്ന് അവിടെ പറയുന്നില്ല, പരിച്ഛേദന നിർവഹിച്ചു. സർക്കംസിഷൻ. എന്നിട്ട് മോശയുടെ കാൽക്കലിട്ടിട്ട് പറഞ്ഞു, യു ആർ എ ബ്രൈഡ് ഗ്രൂം ഓഫ് ബ്ലഡ് ടു മീ. നീ എനിക്ക് രക്ത മണവാളൻ. ഇതാണ് കഥ. കഥയല്ല, ചരിത്രം. ഞാൻ ഒന്നാമത് നമ്മുടെ വീടുകൾക്ക് വെട്ടം തരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്നാമത്തെ സുന്ദരി അവളാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞ സംഭവം? മോശ വട്ടെന്ന് വരണ്ടുപോയി. എന്താണ് ഈ സംഭവിക്കുക? പക്ഷേ ഈ സ്ത്രീ പെട്ടെന്ന് കൽക്കത്തി എടുത്ത് പരിച്ഛേദന കഴിച്ചു. ഒരു സ്ത്രീക്ക് ഇങ്ങനെ പരിച്ഛേദന കഴിക്കാമോ എന്നുള്ള ചോദ്യമൊക്കെ വേറെ, വേദശാസ്ത്രം വേറെ, പ്രായോഗികത വേറെ. ഇതാണ് നമ്മൾ ആദ്യം ഇന്ന് കാണുന്ന ആൾ. ഈ വർത്തമാനകാലത്തിന് ഈ സ്ത്രീക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇത്രോയുടെ 7 പുത്രിമാരിൽ ഒരാളാണ് സിപ്പോറ. പക്ഷിക്കുഞ്ഞെന്നാണ് അർത്ഥം, പേരിന്റെ അർത്ഥം. ഇസ്രായേൽ മക്കളെല്ലാം പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് അബ്രഹാമിന്റെ കാലത്തെ നിയമമാണ്. അതുകൊണ്ട് ഒരു യഹൂദന് 3 കാര്യങ്ങൾ കൃത്യമാണ്. 1, ശബത് നോക്കുക. നമ്മുടെ കൂട്ട് മഴയില്ലേ പള്ളിപ്പെന്നുള്ള ഇടപാടല്ല, ശബത്. 2, ഭക്ഷണ നിയമങ്ങൾ. എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, അത് അവന് ഭയങ്കരാണ്. 3-ാമത്തേത് പരിച്ഛേദന, ആണൊക്കെയും. അതുകൊണ്ട് അബ്രഹാമും മകനും 1 ദിവസം പരിച്ഛേദനയേറ്റെ. ഇത് നിയമമാണ്. പക്ഷെ മോശ ആരാ? നേതാവാണ്. നേതാവാണ്. നാട് നന്നാക്കണ ആളാണ്. നേതാവ് അനുസരിക്കണം. പക്ഷെ സ്വന്തം വീട്ടിലെ കാര്യം ആര് മറന്നുപോയി? അപ്പൻ മറന്നുപോയി. സ്വന്തം കൊച്ചിന്റെ കാര്യം അപ്പൻ മറന്നുപോയി. അത് മോശ അങ്ങ് വിസ്മരിച്ചു പോയി. എല്ലാവരും പരിച്ഛേദനയേക്കണം എന്ന് പറയാൻ പോണ ആളാണ്. ഈ കൊച്ചുങ്ങളുടെ കാര്യം മോശ മറന്നുപോയി. അത് ഈ സ്ത്രീ ഓർത്തു എന്നുള്ളതാണ്. അമ്മയുടെ പെരുന്നാളിൽ ഞാൻ പറയട്ടെ, ഓരോ അമ്മമാരിലും ഓരോ സിപ്പോറ ഉണ്ടാകണം. എന്നെ പോലെയുള്ള ആണുങ്ങള്, ദേ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങള് നാട് നന്നാക്കും, ഞാനില്ലെങ്കിൽ ഭൂമി ഉലുക്ക് ഉണ്ടാകുമെന്നും പറഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ നടപ്പ്. പക്ഷേ സ്വന്തം വീട് പലപ്പോഴും സെക്കൻഡറിയാ. മണപ്പള്ളിയിലെ കാര്യമാണോ? ചിന്തിക്കൂ. നാട്ടില് കൊള്ളാം, എന്ത് മിടുക്കനാന്നറിയാം, ഇങ്ങേരില്ലെങ്കിൽ പക്ഷേ വീട്, സ്വന്തം വീട് സെക്കൻഡറിയാ, 2-ാം സ്ഥാനം.
മോശ എങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ സ്വന്തം കൊച്ചിന്റെ കാര്യം മറന്നുപോയി. പിതാവ് അവഗണിച്ച ദൗത്യം അമ്മ പാലിക്കുക. ഞാൻ പറയും, എന്നെ കേൾക്കണ അമ്മമാരെ, തലമുറകളായി കൈമാറി കിട്ടിയ, പൈതൃകമായി കിട്ടിയ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ തലമുറകളിലേക്ക് കൊടുക്കാൻ മണപ്പള്ളിയിലെ ഏതൊരമ്മയ്ക്കും കഴിയുമ്പോൾ യു ഷുഡ് ബി എ സിപ്പോറ. നിങ്ങളൊരു സിപ്പോറയാ. നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഒത്തിരി റിച്വൽസ് ഉണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, നോമ്പുണ്ട്, അല്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈവൻ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കണ കാര്യം തുടങ്ങി. ഇതെല്ലാം തലമുറകളിലേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥയായി സിപ്പോറയാണ് ഈ കസേരയിലിരിക്കുന്നത്, ഈ തറയിലിരിക്കുന്നത്. അപ്പൻ മറന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, മണപ്പള്ളിയിലെ പിതാക്കന്മാരെ, മോശയെപ്പോലെ ഒരു അപ്പൻ നമ്മുടെ അകത്തില്ലേ പലപ്പോഴും? നിങ്ങളല്ല ഉത്തരം പറയേണ്ടത്, ഇവരാണ്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്ക് എല്ലാത്തിനും സമയമുണ്ട്, ഇവിടുത്തെ കാര്യത്തിന് ഉറക്കെ പറയും. ഇന്ന് ഒരു കുഴപ്പമില്ല പറഞ്ഞാൽ, ഇവിടുത്തെ കാര്യത്തിന് സമയമില്ല. ആ പിള്ളേര് പറയില്ല, നിങ്ങൾ പറഞ്ഞില്ലേ പിള്ളേര് പറയില്ല. മോശ മറന്നുപോയി എന്നുള്ളതാണ്. ഹീസ് എ ഗുഡ് ലീഡർ ഫോർ ദ സൊസൈറ്റി, ഫോർ ഹിസ് കമ്മ്യൂണിറ്റി. പക്ഷേ വീട്, ഈ സ്ത്രീയെ കണ്ടോ? മോശ നേതാവാണ്, പക്ഷേ വീട് ശരിയാക്കിയിട്ട് മതി മോനെ. അതാണ് ദൈവം മോശയെ കൊല്ലാൻ തുടങ്ങിയതിന്റെ കാരണം. അത് മോശയ്ക്ക് മനസ്സിലായില്ല, ഈ സ്ത്രീക്ക് മനസ്സിലായി. നമുക്കറിയാലോ, ഏലി പുരോഹിതൻ പഴയ നിയമത്തിൽ അറിയാലോ, രണ്ടാമ്പിള്ളേരാണ് പുള്ളിക്കും, ഹൊഫ്നിയും. ഉറക്കെ പറ. ബൈബിൾ വിശേഷിപ്പിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പരാമർശമാണ് ആ പിള്ളേർക്ക്. മലയാളത്തിൽ ഇത്തിരി വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവർ. ഇംഗ്ലീഷ് ബൈബിളിൽ ദ സൺസ് ഓഫ് ഏലി വേർ സ്കൗണ്ടറൽസ് എന്നാണ്, തെമ്മാടികളെന്നാണ്, താന്തോതികളെന്നാണ്. സ്കൗണ്ടറൽ എന്താ? ഏലി പുരോഹിതൻ എന്നാ ശമൂവേൽ ബാലന്റെ ഡോക്ടറേറ്റിന്റെ ഗൈഡായിരുന്നു ആര്? ഏലി പുരോഹിതൻ. ഇങ്ങനെ പറഞ്ഞോളൂ, യഹോവയെ കൽപ്പിക്കണം, ഇങ്ങനെയൊക്കെ പറയും. ഭയങ്കര മെന്ററായിരുന്നു, ഭയങ്കര കൗൺസിലർ ആയിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ ശുശ്രൂഷിക്കുമ്പോ ദൈവജനത്തിന് പ്രിയപ്പെട്ട നേതാവായിരുന്നു ഏലി. പക്ഷേ സ്വന്തം പിള്ളേര് പിഴച്ചുപോയി. The sons of Eli were scoundrels. ഏലി പുരോഹിതന് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, മണപ്പള്ളിയിൽ ഉണ്ടോന്ന് ചിന്തിച്ചോണം, വീട്ടിലെത്താത്ത ആരാധന. വീട്ടിലെത്താത്ത ആരാധന. നമ്മുടെ വീടാണോ? നമ്മുടെ വീടാണോ? ചിന്തിച്ചു നോക്കൂ. ഒന്നാമത്തെ സുന്ദരി നമ്മുടെ മനസ്സിലിരിക്കണം, സിപ്പോറ. ഈ ചില മനുഷ്യരുടെ നിയോഗം എന്തെന്നറിയാമോ? മലയാളത്തിലെ പഴയൊരു സിനിമയിൽ പറയുന്നത് പോലെ ബാലേട്ടനാവുക എന്നുള്ളതാണ്. ബാലേട്ടൻ, അങ്ങനെ ഒരു പഴയ കഥാപാത്രമുണ്ട് മോഹൻലാലിന്റെ. നാട്ടുകാരെ മുഴുവൻ സഹായിക്കും, നാട്ടുകാരുടെ ഏത് കാര്യത്തിനും കാണും ഈ പുള്ളി ബാലേട്ടൻ. പക്ഷെ അവനവന്റെ കാര്യം കഞ്ഞിയാണ്. പല ആണുങ്ങളും, ഞാൻ മണപ്പള്ളിയിലെ കാര്യമല്ല പറയുന്നത്, അന്റാർട്ടിക്കയിലെ കാര്യമാണ്. ബാലേട്ടനാവുക പലരും. അവനവന്റെ വീട്, അവനവന്റെ ജീവിതം, എല്ലാവരെയും സഹായിക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കാതെ പഴി കേൾക്കേണ്ടി വരിക. അങ്ങനെ ഒരാളാണോ നാം? അവിടെയാണ് പരിശുദ്ധ മറിയത്തിന്റെ പെരുന്നാളിൽ സിപ്പോറ. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണല്ലേ. 4 പിള്ളേരാണ്, മണിലാൽ, ഹരിലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. 2007 അല്ല, അതിനു മുമ്പേ പറയാം, ഗാന്ധിജിയുടെ കുടുംബജീവിതം നന്നായിരുന്നു, പക്ഷെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. 2007 ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഹരിലാൽ ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഗാന്ധിജിയുടെ മോന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഇറങ്ങി. ഗാന്ധി മൈ ഫാദർ എന്നാണ് ആ സിനിമയുടെ പേര്. എന്റെ അപ്പൻ ഗാന്ധി, ഗാന്ധി മൈ ഫാദർ. അതിന്റെ പോസ്റ്റർ ഉണ്ട്, സിനിമ പോസ്റ്റർ. ആ സിനിമ പോസ്റ്ററിലെ കോട്ട് എന്ന് പറയുന്ന പരസ്യവാചകം ഇതാണ്: വൺ ഫാമിലീസ് ട്രാജഡി വാസ് ദ പ്രൈസ് ഓഫ് നേഷൻസ് ഫ്രീഡം. എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിന്റെ കുടുംബത്തെ കുറിച്ച്, വൺ ഫാമിലീസ് ട്രാജഡി വാസ് ദ പ്രൈസ് ഓഫ് നേഷൻസ് ഫ്രീഡം.
ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തിന്റെ ദുരന്തം ഒരു രാഷ്ട്രത്തിന്റെ വിജയമായി. പക്ഷെ ഗാന്ധിജിയുടെ കുടുംബം, കസ്തൂർബ എത്രമാത്രം സംതൃപ്തിയായ ഒരു ഭാര്യ ആയിരുന്നു അറിയില്ല. വളരെ വഷളത്തരത്തിലേക്ക് പോയ മകൻ ഗാന്ധിജിക്കുണ്ട്. അപ്പൊ നമ്മുടെ വീടുകളോട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഞാനിന്ന് പറഞ്ഞില്ലേ, ഏലി പുരോഹിതനും ഈ ബാലേട്ടനും ഈ ഹരിലാൽ ഗാന്ധിയും മോശയുടെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ദൗത്യം മറന്നുപോകുന്ന അപ്പന്മാരുടെ വീടുകൾ നാടിന് കൊള്ളാം. ഒരു ചോദ്യമുണ്ട്, നമ്മുടെ വീടിനകത്തൊരു വീടുണ്ടോ? പിള്ളേരോട് ചോദിച്ചാൽ പറയാം, ഞങ്ങളുടെ വീടിനകത്തൊരു വീടില്ല. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മുടെ വീടിനകത്തൊരു വീടുണ്ടോ? അതാണ് ശരിയാ മക്കൾ, നിങ്ങൾ പറഞ്ഞ ശരിയാ. നമ്മൾ ഈ കാണുന്ന പുറത്തെ ചന്തം മാത്രമേ ഉള്ളൂ, ചുവരുകളുടെ ഭംഗി മാത്രമേ ഉള്ളൂ. ഹോംലെസ്നെസ് വിത്തിൻ ദ ഹോം ഈസ് ദ റിയൽ പ്രോബ്ലം ഓഫ് മോഡേൺ ഫാമിലി. നമ്മുടെ വീടിനകത്ത് പലപ്പോഴും ഒരു വീടില്ല. തറയിൽ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റിനേക്കാൾ തണുത്തറ ജീവിതം. ആരും പുറത്ത് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന അമ്മമാരെ, ഒരു വെല്ലുവിളിയാ. ഒന്നാമത്തെ സുന്ദരി ആര്? ഉറക്കെ പറയൂ. ഒത്തിരി കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്ന വീടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 10, 25, 30 കൈ ഞാൻ കണ്ടു ഉണ്ട്. വളരെ നന്നായിരിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്ന ഒരു കൈപൊക്കിക്കേ. ഈ ഇരിക്കുന്ന പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളുമാണ്. ഇനി നിങ്ങൾ കൈവക്കണ്ട, ഞാൻ ഇത് നിങ്ങളോട് ചോദിച്ചോളാം. മക്കളെ, നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ വൈകിട്ട് നിലവിളക്ക് കത്തിക്കുന്നതെങ്കിൽ കൈവക്കിക്കാൻ. ഒരു 6-7 പെൺപിള്ളാരും 5-6 മണപ്പള്ളി ഇത്രയെങ്കിലും ഉണ്ട്. വേറെ എവിടെ ചെന്ന് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നന്നായിരിക്കട്ടെ. അങ്ങനെ കൈപൊക്കിയ കുട്ടികളുടെ അമ്മമാരെ ഞാൻ ഇന്ന് രാത്രി പേര് വിളിക്കും. യു ആർ എ സിപ്പോറ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നോമ്പ്. ഇപ്പൊ ഈവൻ പള്ളിയിൽ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന വേഷം പോലും ഇപ്പൊ എല്ലാം നന്നായിട്ടിരിക്കുകയാണ്. നല്ല വേഷമാണ്. ശരിക്കും ആരാധന തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ ഐറിനച്ചൻ ധരിക്കുന്ന വേഷം ഏതാ? കുർബാനയ്ക്ക് കാപ്പ, വിശുദ്ധ വസ്ത്ര. നമ്മുടെ ശുശ്രൂഷക്കാരൊക്കെ ധരിക്കുന്ന വേഷം ഏതാ? വിശേഷ വസ്ത്രമാ. എന്താ? ഉറക്കപ്പറ. കുപ്പായമല്ല, വിശേഷ വസ്ത്രം. ഉറക്കെ പറഞ്ഞ്. നമ്മൾ പള്ളി വരുമ്പോ ധരിക്കേണ്ട വേഷം ഏതാ? വിരുന്നു വസ്ത്രം. എന്താണ്? കുഞ്ഞാടിന്റെ കല്യാണാണ്. ഓരോ കുർബാനയും എന്താണ്? കുഞ്ഞാടിന്റെ കല്യാണാണ്. വിരുന്നു വസ്ത്രം, വിശുദ്ധ വസ്ത്രം, വിശേഷ വസ്ത്രം. അപ്പോഴാണ് കുർബാന കൊള്ളാൻ ടീഷർട്ടും ഒക്കെ ഇട്ട ഡെവിൾ ഇൻസൈഡ് നെഞ്ചത്ത് എഴുതിയേക്കാണ്. അവൻ കൊണ്ടിട്ട് പോകുമ്പോ അവന്റെ പുറത്ത് നോക്കുമ്പോ ബാഡ് ബോയ്സ് അല്ലേ? നിങ്ങളൊരു തുണിക്കടയിൽ കയറും. തുണിക്കടയിൽ പല സെഷൻസ് ഉണ്ട്. കാഷ്വൽസ്, ഫോർമൽ എന്നൊക്കെ എഴുതി വെച്ചേക്കും. കണ്ടിട്ടില്ലേ? കാഷ്വലിന്റെ കീഴിൽ എന്തോ ഉള്ളേ? ടീഷർട്ട് 3/4, 2/4, പിന്നെ മറ്റേത് എല്ലാ സാധനവും ഏതാണ്? കാഷ്വലാണ്. ഫോർമലിലോ ഷർട്ട്, പാൻസ്, നല്ലതൊക്കെ അങ്ങനെയുള്ള സാരി, ഇതൊക്കെ ഏതാണ്? ഉറക്കെ പറ. ഫോർമൽ. ഡ്രസ് മേക്സ് എ മാൻ എന്നാണ്. കാഷ്വലും ഉണ്ട്. പള്ളി വരുമ്പോ കാഷ്വലാണോ ഫോർമലാണോ വേണ്ടി? ഉറക്കെ പറഞ്ഞോളൂ, മിണ്ടാതെ. ഞാൻ പറഞ്ഞത് കൺവെൻഷൻ പ്രസംഗം അല്ലെന്ന് ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ട്. ഫോർമൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പള്ളി വരുന്ന ഫോർമൽ ഇട്ടുകൊണ്ടാണോ പലപ്പോഴും? അമ്മമാരെ, പിള്ളേരെ ട്യൂഷന് വിടുമ്പം പോലും 3/4 ഇട്ടുകൊണ്ട് വിടരുത്. അത് വിദ്യാഭ്യാസമാണ്. കളിക്കാൻ പോകുമ്പോഴും, ചന്തയിൽ പോകുമ്പോഴും, അരി മേടിക്കാൻ പോകുമ്പോഴും അതാകാം. പഴഞ്ചനാണ് ഞാനൊന്ന് പറയരുത്. ഇന്നിത് പറയാനത് പാനോക്കിയല്ല. കുടുംബസംഘം എന്ന് പറഞ്ഞ കുറെ ചിരിക്കാനുള്ളത് പറയേണ്ടത് മാത്രമല്ല. ഇത് ഫോമലാ. അല്ല, ഇവിടെ വരേണ്ടത് എങ്ങനെയാ അല്ലേ? അതുകൊണ്ട് തന്നെയാ ഈ കുഞ്ഞുങ്ങളൊക്കെ തലയിൽ സ്കാർഫ് കെട്ടിയിരിക്കുന്നു. ലൈവ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാനെ.
പല കുഞ്ഞുങ്ങളും ലൈവ് ഉണ്ട്, എനിക്ക് പറയാൻ പാടില്ല. ഇവരങ്ങനെ ആയിരുന്നില്ല. ഒരു ദേവാലയത്തിൽ എങ്ങനെ ആയിരിക്കണം. സിപ്പോറ ഓരോരുത്തരെയും വിളിക്കാൻ ഞാൻ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ട്രഡീഷൻസ് ഉണ്ട്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഇല്ലേ? ഉണ്ടെങ്കിലുണ്ടെന്ന് പറ. ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ ഞാൻ ഈ സ്ത്രീകളെ മാത്രമാണ് കൈ ചൂണ്ടുക എന്നുള്ളത് അല്ല. എല്ലാവർക്കും ഒരു വിളിയുണ്ട് സിപ്പോറയാകാൻ. എല്ലാ അമ്മമാരും ബൈബിളിൽ മീവൽ പക്ഷിയെ പോലെയാണ്. ബൈബിളിലെ മീവൽ പക്ഷിയുടെ പ്രത്യേകത, യെരൂശലേം ദേവാലയം പൊളിഞ്ഞു കിടന്ന നാളുകളിൽ, പ്രവാസകാലത്ത്, അതിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ബലിപീഠത്തിൽ മുട്ടയിട്ട് അവിടെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വളർത്തി. ആര്? മീവൽ. ഓക്കുമരവും തേക്കുമരവും ലെബനോനിലെ ദേവദാരുവും ഗോഫർ ചില്ലകളും തലയുയർത്തി നിന്നിട്ടും പരിസരങ്ങളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ മുട്ടയിട്ട് വളർത്തിയ പക്ഷിയുടെ പേരാണെന്ത്? മീവൽ. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ മക്കളെ ബലിപീഠത്തോട് ബന്ധിപ്പിച്ച് വളർത്തിയാൽ മണപ്പള്ളിയിലെ അമ്മമാരെ വീണ്ടും വിളിക്കാം മീവൽ. നമ്മുടെ പിള്ളേർക്ക് പേരിടുന്ന പേര് മാത്രമല്ല മീവൽ. എല്ലാത്തിനെയും പിടിച്ചങ്ങ് മദ്ബഹായി കയറ്റണമെന്നല്ല. ഓരോ വീടിന്റെയും പ്രാർത്ഥന പായ എന്ന് പറയുന്നത് ബലിപീഠം. പ്രാർത്ഥിക്കുന്ന നേരങ്ങൾ ബലിപീഠമാണ്. ബലിപീഠത്തോട് ബന്ധിപ്പിച്ച് മക്കളെ വളർത്തുന്ന അമ്മമാരെ ഞാൻ ഇന്ന് രാത്രി വിളിക്കട്ടെ മീവൽ, സിപ്പോറ. ഒന്നാമത്തത് ഞാനിപ്പോ അവിടെ നിർത്തുകയാണേ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്തേണ്ട കാര്യമാണ്. ഒന്നാമത്തെ സുന്ദരിയുടെ പേര് പറ, സിപ്പോറ. ആ സിപ്പോറയെ കുറിച്ച് നമുക്ക് പറയാം, ബ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ പേരന്റ്ഹുഡ്. ക്രിസ്തീയ രക്ഷകർത്തൃത്വത്തിന്റെ സൗന്ദര്യം. എല്ലാവർക്കും അപ്പനും അമ്മയാകാൻ പറ്റും, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താം. പക്ഷെ ഒരു നല്ല ക്രിസ്തീയ പിതാവും ക്രൈസ്തവ മാതാവുമാകാൻ, ബ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ പേരന്റ്ഹുഡ്, അതാണ് സിപ്പോറ. ഉറക്കെ പറഞ്ഞേ, സിപ്പോറ. ആര്? സിപ്പോറ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ഓർക്കുക, അങ്ങനെ ഒരു അമ്മയാകണം, അങ്ങനെ ഒരു അപ്പനാകണം. നമ്മുടെ ആണുങ്ങൾക്ക് ഒത്തിരി തിരക്കുണ്ട്. ആ പാവപ്പെട്ടവർ ഓടുന്നോണ്ട് നമ്മുടെ വീട് പോകുന്നത് അല്ലേ? അതുങ്ങൾ പല കാര്യങ്ങളും മറന്നു. പാവപ്പെട്ട മനുഷ്യര് ഈ മീശയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പലത് ഈ ഉണക്കമീൻ്റെ അവസ്ഥയിലാണ്, മുമ്പോട്ടും പുറകോട്ടും വയ്യാതെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്. അവരനുഭവിക്കുന്ന സങ്കടം, അവർ പലപ്പോഴും ടെൻഷനിലാണ്. പുരുഷ പീഡനങ്ങളുണ്ടോ അറിയാം? പുരുഷ പീഡനങ്ങളുണ്ടോന്നറിയാം? ഇല്ലെന്ന് പറയരുത്. രാജ്യത്ത് കഴിഞ്ഞ വർഷമോ മറ്റോ അതോ അതിനു മുമ്പാണെന്ന് തോന്നുന്നു, പുരുഷന്മാർക്ക് വേണ്ടി സഹായം ഏർപ്പെടുത്താൻ ഉള്ള ചില സംഘടനകളിൽ 63,000 പരാതിയാണ് വന്നത്. പുരുഷന്മാരുടെ പരാതി. അതിൽ 700 കേരളത്തിൽ നിന്നായിരുന്നു. അവരാരോടും പറയുന്നില്ല. ഈ പുറത്ത് കാണുന്ന ബലം പിടുത്തമൊക്കെ ഉള്ളൂ അല്ലേ? അവർ വല്ലാതെ നിൽക്കുകയാണ്. മീശ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി, മീശയും വളർന്ന് താടിയും വളർന്ന് ഇങ്ങനെ പോകുന്നുള്ളതേ ഉള്ളൂ പലതും. അപ്പൊ അവരുടെ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. പക്ഷെ അവിടെ ഒരു അമ്മ ഒരു സിപ്പോറയായി മാറണം. ശീലങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കലുകൾ തലമുറകളിലേക്ക് കൊടുക്കുമോ? മോശയുടെ വീട് വൺ പേരന്റ് ഹോമാണ്. ഇന്ന് പാശ്ചാത്യ സംസ്കാരങ്ങളിൽ കൂടുതൽ അപ്പനും അമ്മയും കാണും, പക്ഷെ ഒരാൾക്ക് മാത്രമേ പിള്ളേരുടെ ഉത്തരവാദിത്തം കാണുള്ളൂ. വൺ പേരന്റ് ഹോം. വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലൊക്കെ 50% ഓഫ് ഫാമിലി എന്ന് പറയുന്നത് പലപ്പോഴും വൺ പേരന്റാ. ഒന്നുകിൽ അമ്മയായിരിക്കും, മമ്മിയായിരിക്കും കുട്ടിയുടെ കാര്യം നോക്കുക, അല്ലെങ്കിൽ അപ്പായായിരിക്കും. മോശയുടെ വീട് ഒരു വൺ പേരന്റ് ഹോമായിട്ട് മാറി. നമ്മുടെ വീട് അങ്ങനെ ആകരുത്. എല്ലാ അമ്മമാരും, പണ്ടൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, 18 വർഷം ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. അങ്ങേര് വെള്ളം അടിച്ചിട്ട് വന്ന് കോൺ തെറ്റി വന്ന് ചീത്ത വിളിക്കും. മകൻ ഒരുത്തൻ കാണിക്കാത്ത വേണ്ടാതീനമില്ല. 18 വർഷം സ്ത്രീ മുട്ടിമേ കിടന്ന് പ്രാർത്ഥിച്ചു. മോണിക്ക എന്നാണ് പേര്. 18 വർഷം കഴിഞ്ഞപ്പോ അപ്പനും മോനും കോറസായിട്ട് മാനസാന്തരപ്പെട്ടു. ആ മോനാണ് സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ അഗസ്തീനോസ്.
സഭയുടെ ചരിത്രത്തിൽ ഒരു വിശുദ്ധൻ പറക്കുന്നത് 18 വർഷം ഒരു അമ്മയുടെ മുട്ടിന്മേലുള്ള കണ്ണീരിലാണ്. സിപ്പോറ, എന്തോന്നെങ്കിലും ഒന്ന് വിളി കേക്ക്. സിപ്പോറ. എന്നെ ആര് കേൾക്കാനാ? മണപ്പള്ളിയിലാണ് വിളിക്കുന്നത്, അല്ലാതെ ബൈബിളിലല്ല. വിളിക്കുകയാണ്, ഒന്നുകൂടെ വിളി കേട്ടോണം. സിപ്പോറ. പിള്ളേരും എടുക്കരാണ്, ഇതുങ്ങളോട് മാത്രം പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ആൾ, ഒന്നാമത്തെ സൗന്ദര്യം ബ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ പേരന്റ്ഹുഡ്. രണ്ടാമത്തെ, ഞാൻ പറയാതെ മിണ്ടരുത് കേട്ടോ. നല്ല കുട്ടികളാണ്. രണ്ടാമത്തെ ആൾ, ഒന്ന് മറന്നു പോകരുത്. ആരാണ്? 2 രൂത്ത്. അറിയാം, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. ബ്യൂട്ടി ഓഫ് ഐഡിയൽ റിലേഷൻഷിപ്സ്, ഉത്തമ ബന്ധങ്ങളുടെ സൗന്ദര്യം രൂത്ത്. രൂത്തിന്റെ പ്രത്യേകത, ഭർത്താവ് മരിച്ചു, അമ്മായിയപ്പൻ മരിച്ചു, ആ വീട്ടിലെ ആണുങ്ങൾ 3 മരിച്ചു. പാവപ്പെട്ട ഒരു കിളവിത്തള്ളയുണ്ട്, പേരെന്താ? നവോമി. അമ്മച്ചിക്ക് തെന്നന്തുരം കുഴമ്പ് തേച്ചു കൊടുത്തോണ്ട് വീട്ടിൽ കിടക്കുകയാണ് ഈ പെണ്ണ്. നല്ല കെട്ടുപ്രായമുള്ള സ്ത്രീയാണ്, പെങ്കൊച്ചാണ്, പ്രായമൊന്നും ആയിട്ടില്ല. അമ്മച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട്, മോളെ 2 ഉണ്ട് മരുമക്കള്, 1 ഓർപ്പ, 2 രൂത്ത്. 2നെയും കൂടെ വിളിച്ചിരുത്തി പറഞ്ഞു, മോളെ നിങ്ങൾക്ക് നല്ല പയറ് പോലുള്ള ആമ്പിള്ളേരെ കിട്ടും, ഈ അമ്മച്ചിയുടെ കാര്യം വിട്ടേരെ. അമ്മച്ചിക്ക് കുഴമ്പ് തേച്ചോണ്ട് ഇവിടെ കിടന്നാൽ നിങ്ങളുടെ ഭാവി ശരിയാവില്ല. അപ്പൊ 2 പേരും എന്താ മറുപടി പറഞ്ഞത്? ഓർപ്പ മറുപടി പറഞ്ഞു, എന്റെ പൊന്നമ്മച്ചി അങ്ങനൊന്നും പറയരുത് കേട്ടോ, കണ്ണിച്ചോരയില്ലാത്ത വർത്താനം അമ്മച്ചി പറയരുത്, സഹിക്കാൻ പറ്റുന്ന വർത്താനല്ലത്. അമ്മച്ചിയെ കളയണമെന്നോ? അമ്മച്ചിയെ വിട്ടിട്ട് പോയി വേറെ കെട്ടണമെന്നോ? ഇനി എനിക്കൊരു ജീവിതം ഇല്ല. ആര് പറഞ്ഞു? മൂത്ത മരുമോൾ. അവളുടെ പേരെന്താണ്? ഓർപ്പ. അമ്മച്ചി ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോ ഓർപ്പ അന്നാ പിന്നെ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ കഴുത്തെ കെട്ടിപ്പിടിച്ചൊരു 10-15 ഉമ്മയും കൊടുത്തിട്ട് ഓർപ്പ പോയ വണ്ടി ഇനിയും തിരിച്ചു വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു മരുമോളുണ്ടായിരുന്നു, അവളുടെ പേരാണ്. അവൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും കൊട്ടക്കണക്കിന് ചുംബനങ്ങൾ വാരി വിതറാനും അവൾ നിന്നില്ല. അവൾ ഇങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മച്ചി ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, എന്റെ അമ്മച്ചി മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഓ, രൂത്തിന്റെ പ്രത്യേകത ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. ഇന്ന് പാടാ. രൂത്തിന്റെ പ്രത്യേകത ജീവിതത്തെക്കാൾ വലുത് കടപ്പാടുകളാണെന്ന് കരുതി. ഓർപ്പ പ്രകടനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഓർപ്പായാണോ രൂത്താണോ? നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇന്ന് പ്രകടന. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ചുംബനം കിട്ടുന്ന 2 സമയത്താണ്, ഒന്ന് ജനിക്കുമ്പോഴും 2 മരിക്കുമ്പോഴും. ജനിക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന് കൊച്ചിനെ എടുത്ത് ഉമ്മ വെക്കും അല്ലേ? പിന്നെ ചാകുമ്പോ ശുശ്രൂഷ തീരുമ്പോ അയർണച്ചൻ പറയും, ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കാന്ന് പറയുമ്പോ ഒരു വലിയ ക്യൂ കാണും, ഒരു 10-45 പേരങ്ങ് നിൽക്കും. ഓ, ഇതും കഴിഞ്ഞിട്ട് ഇത് എടുത്തോണ്ട് പോകാൻ നോക്കുകയല്ല. അങ്ങേ വാർഡിലെ ആന്റിയൊക്കെ വന്ന് ഉമ്മ കൊടുക്കുന്ന കണ്ട ഈ അലച്ചു തള്ളി വന്ന് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ തള്ളക്ക് വെള്ളം കൊടുത്ത് ഈ പെണ്ണുപിള്ളയാണോ തോന്നുന്നു. വെറുതെ ഒരു കാര്യവും ഇല്ല, ചുമ്മാ കാണിക്കുക, ഒരു കാര്യവും ഇല്ല. പണ്ട് ഇത്രയും പേരൊന്നും അന്ത്യചുംബനം കൊടുക്കുമായിരുന്നു? ഇല്ല. ഇന്ന് പ്രകടനങ്ങളുടെ ഓർപ്പമാരേ ഉള്ളൂ. രൂത്ത്, അവളുടെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 2:23 പറയും രൂത്തിന്റെ പുസ്തകത്തിൽ, ബോവസിനോട് ചേർന്നിരിക്കുകയും അമ്മായിയമ്മോട് കൂടെ പാർക്കുകയും ചെയ്തു. ഓ, മരുമക്കള് കേട്ടോണേ, ദൈവവചനമാണേ. ബോവസിനോട് ചേർന്നിരിക്കുകയും അമ്മായിയമ്മയോട് കൂടെ. ചില അമ്മച്ചിമാരൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന് പറയച്ചാ, she stayed close to Boaz and she lived with her mother-in-law. ഇന്ന് ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. നമ്മുടെ പിള്ളേർ ഇന്ന് വളരെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ബ്രേക്കപ്പ്. 8ാം ക്ലാസ്സിൽ തുടങ്ങും, 9ാം ക്ലാസ്സിൽ പൊട്ടും, 10ാം ക്ലാസ്സിൽ പിന്നെ അടുത്തത്, +2-ന് 2 എണ്ണമാണ്. ഇടാൻ നിന്റെ പഴയ അതൊക്കെ ബ്രേക്കപ്പ് ആയി അളിയ എന്നാണ് പറയുക. വളരെ പെട്ടെന്നാണ് ഇത് മുറിച്ചു കളയുക, ബ്രേക്കപ്പ്. ഓർക്കുക, രൂത്തിന്റെ പ്രത്യേകത ബ്യൂട്ടി ഓഫ് ഐഡിയൽ റിലേഷൻഷിപ്പ്, ബാലൻസ്ഡ് ആർക്യൂ. ആർക്യൂ എന്ന് പറയും നമ്മുടെ കുട്ടികൾക്ക്. നമ്മളിപ്പോ പറയും EQ, IQ അല്ലേ? കുട്ടികൾക്ക് ബുദ്ധി.
പറയേണ്ട ഒരു വാക്കാണ് ആർക്യൂ, റിലേഷണൽ കോഷ്യൻസ്. ബന്ധങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എന്തിനോട് അരുതെന്ന് പറയണം. ഈ പെൺകുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളോടാണ്. ഈ ആൺകുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. മക്കളെ, ഐക്യവും ഈക്യവും ഒക്കെ കയ്യിലിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു ഗതി പിടിച്ചേക്കാം, പക്ഷെ ജീവിതത്തിൽ ഗുണം പിടിക്കണമെങ്കിൽ ആ വാക്ക് നന്നായിട്ട് ഓർത്തോണം. പച്ച മലയാളത്തിലാണ് അച്ഛൻ പറയുന്നത്. ജീവിതത്തിൽ ഗതി പിടിക്കാൻ ഐക്യവും ഈക്യവും നിന്റെ സർട്ടിഫിക്കറ്റ്സും മതി. എന്റെ മക്കളെ, ജീവിതത്തിൽ ഗുണം പിടിക്കണമെങ്കിൽ ബന്ധങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ ഗുരുത്വം മറക്കരുത്, അപ്പന്റെ കണ്ണീര് മറക്കരുത്, അമ്മയുടെ വേദന മറക്കരുത്. പുതിയ പുതിയ ആകർഷണങ്ങളിൽ താല്പര്യപ്പെട്ട് നിന്റെ ജീവിതം പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക് പറിച്ചു നടുമ്പോ എന്റെ പൊന്നുമോൾ ഓർത്തോണം, എന്റെ പൊന്നുമോൻ ഓർത്തോണം, നിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ ചിലപ്പോ ഗതി പിടിച്ചേക്കാം, പക്ഷേ ഗുണം, ഉറക്കെ പറ, ഗുണം പിടിക്കുകയല്ല. ബോവസ്, രൂത്ത് ബാലൻസ്ഡ് ആർക്യൂ ആണ്. അതുകൊണ്ട് രൂത്ത് ഭർത്താവിനെ വിളിച്ചൊരു വിളിയുണ്ട്, എന്തെന്നറിയാം? ഓ മൈ റെഡീമർ, എന്റെ വീണ്ടെടുപ്പുകാരാ. ഇന്ന് ബന്ധങ്ങളൊന്നും പിള്ളേർക്ക് ആരും കണക്റ്റഡ് ആകാൻ താല്പര്യമില്ല. ഈ മാത്തമാറ്റിക്സിൽ ഒരു തിയറി ഉണ്ട്, എന്തെന്ന് പറഞ്ഞാല് ഈ കോൺസ്റ്റന്റും വേരിയബിൾ എന്ന് പറയും. മാത്സ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ചില ഇക്വേഷൻസ് ചെയ്യുമ്പോൾ ചില ഇത് മാറത്തില്ല, അതിനെ വിളിക്കുന്നതാണ് കോൺസ്റ്റന്റ്. ഒരിക്കലും മാറാത്ത ടേം ഏതാണ്? കോൺസ്റ്റന്റ്. എന്നാൽ മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. മാറിക്കൊണ്ടിരിക്കും പലതും. ഒരു പ്രയോഗമുണ്ട്, ഇൻ ടുഡേസ് വേൾഡ് ഐ ലവ് യു ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഐ ലവ് ഈസ് എ കോൺസ്റ്റന്റ്, ബട്ട് യു ഈസ് എ വേരിയബിൾ. പിള്ളേർക്ക് മനസ്സിലാകാനാ, മുതിർന്നവർ കേൾക്കുകയേ വേണ്ട, കേട്ടിട്ട് ഒരു ഗുണവും ഇനി ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഇല്ല, ഒന്നുകൂടെ പറയാം. ഇൻ ടുഡേസ് വേൾഡ്, ശ്രദ്ധിച്ചു കേട്ടോണം, ഐ ലവ് യു ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഐ ലവ് ഈസ് എ കോൺസ്റ്റന്റ്, യു ഈസ് എ, മനസ്സിലായില്ലെങ്കിൽ ഐറൻ അച്ഛൻ അടുത്ത ദിവസം നന്നായിട്ട് പറഞ്ഞുതരും, അച്ഛന് പറയാനറിയാം. ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല, പക്ഷെ ആരെയാണെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. യു ഈസ് എ വേരിയബിൾ. ബന്ധങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പണ്ട് ഒരാളെ രൂപപ്പെടുത്തുന്നത്, ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് 80% ബന്ധങ്ങളും ഒരു 10-15% മാധ്യമങ്ങളുമാണ്. 80-കളിലെ 70-കളിലെ 90-കളിലെ എന്ന് പറഞ്ഞ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒത്തിരി വാതിലുകളുണ്ട്. 4 സൈഡിലും വാതിൽ കാണും, 4 സൈഡിലും വരാന്ത കാണും. ആ സൈഡിലോട്ട് ഇറങ്ങിയാൽ 2 പല്ല് പോയൊരു അപ്പച്ചൻ, ഈ സൈഡിലോട്ട് ഇറങ്ങിയ 2 പല്ല് മാത്രമുള്ള ഒരു അമ്മച്ചി, എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. കെട്ടിച്ച നാത്തൂമാര്, കെട്ടിക്കാത്ത നാത്തൂമാര് വേറെ ഐറ്റം, എല്ലാ സൈസും ഉണ്ടായിരുന്നു. ഒരു കുറെ പേരുണ്ടായിരുന്നു, അല്ലേ? ഒത്തിരി മനുഷ്യരുള്ള വീടുകളായിരുന്നു. മാധ്യമങ്ങളൊന്നും പറയാനില്ല. ആ വാൽവ് റേഡിയോ, പഴയ ആളുകള് പ്രാദേശിക വാർത്തയൊക്കെ കേൾക്കാൻ ഇങ്ങനെ തിരിച്ച് ട്യൂൺ ചെയ്ത് വാർത്തയൊക്കെ കേട്ടു. പിന്നെ കുറെ കഴിഞ്ഞ് 80-കളൊക്കെ വന്നപ്പോൾ ദൂരദർശൻ ആഴ്ചയിൽ ഒരിക്കലും തട്ടുപൊളിപ്പൻ സിനിമ ഞായറാഴ്ച 4 മണിക്ക് വരും. പിന്നെ ഒരു ചിത്രഗീതം ഉണ്ട്, എപ്പോഴായിരുന്നൊന്നും ഓർക്കുന്നില്ല, വെള്ളിയാഴ്ച രാത്രിയില്ല, അത് ഉണ്ട്. അപ്പൊ അതിന്റെ ഈ ദൂരദർശന്റെ ആന്റിന തിരിക്കാൻ നമ്മുടെ അച്ചായനെ മേളിൽ കയറ്റിയതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ പണ്ടേ BBC അച്ചായൻ ടെറസിന്റെ മേളിൽ കയറിയിട്ട് പാവപ്പെട്ടവും കൈലി മുടക്കി കുത്തിയിട്ട് ഇതിങ്ങനെ തിരിക്കുമ്പോ ഇപ്പൊ ക്ലിയറായോ, ഇപ്പൊ ക്ലിയറായോ വിളിച്ചു ചോദിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ചേട്ടാ അച്ഛാ ഇത്തിരി കൂടെ ഒന്ന് തിരിച്ച് കൊടൈക്കനാലിലൂടെ കിട്ടുമായിരിക്കും, അല്ലേ? പാവപ്പെട്ടവൻ തിരിച്ച് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു. പാവപ്പെട്ടവൻ തിരിച്ചു ഇവിടെ വരുമ്പോൾ 7:55 ആയി. ചിത്രഗീതം സമാപിച്ചു, ഭൂതല സംപ്രേഷണം സമാപിച്ചു, ഓവർ ടു ഡൽഹി. പാവപ്പെട്ടവന് കാണാൻ യോഗമില്ല. ഇതായിരുന്നു പഴയ മാധ്യമങ്ങൾ. പത്രങ്ങളില്ല, അല്ലേ? ബന്ധങ്ങളായിരുന്നു ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. ഇന്നിപ്പോ 90% മാധ്യമങ്ങളും 10% ബന്ധങ്ങളാ. പിള്ളേര് ദൈവം സഹായിച്ച 1 ഉള്ളൂ, 1.25 ഞാൻ മണപ്പള്ളിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിന്റെ സ്വസ്ഥത കൂട്ടാൻ വേണ്ടിയാണ് മക്കളുടെ എണ്ണം കുറച്ചത്, എന്നിട്ട് എന്തായി? ഉത്തരം പറയണം. ജീവിതത്തിന്റെ സ്വസ്ഥത കൂട്ടാൻ വേണ്ടിയാണ് നസ്രാണി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചത്, എന്നിട്ട് എവിടെ എത്തി? സ്വസ്ഥത കൂടിയാ? ഉള്ളതിനെ കൊണ്ട്. ഇന്ന് 90% മാധ്യമങ്ങളാണ്, അല്ലേ? വൈകിട്ട് അച്ചായൻ വന്നു കയറുന്ന തന്നെ ഇരട്ട പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ 2 ചെവിയിലും മൊബൈലുമായിട്ടാണ്. ഇത് താത്തു വയ്ക്കാൻ സമയമില്ല. എത്ര ചാനലുണ്ട് നമ്മുടെ വീട്ടിൽ?
ആരും പറയത്തില്ല, പറയാൻ അറിയില്ല. അത്രത്തോളം ചാനലുണ്ട്, ഇഷ്ടംപോലെ മൊബൈലുണ്ട്, മാധ്യമങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ പിഴച്ചുപോയ വളർത്തുദോഷമാണെന്ന് ആരും പറയരുത്. ഇന്ന് മക്കളെ വളർത്തുന്ന ജീവനില്ലാത്ത ഉപകരണങ്ങളാണ്. ഒരു 20 വർഷം മുമ്പ് വരെ പറയാമായിരുന്നു, ഇന്നിടത്തൊരു കുട്ടി, ഇന്നിടത്തൊരു കുഞ്ഞ് തെറ്റിപ്പോയി, എന്നായിരുന്നു, അവനെ വളർത്തിയന്റെയാ. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ല. നിങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, സമ്മതിച്ചേ പറ്റുള്ളൂ. നിങ്ങളല്ല നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്. 90% മാധ്യമങ്ങളാ. ഇപ്പൊ വരാന്തയും, നമ്മുടെ വീടിന് ഇപ്പൊ ഒത്തിരി വാതിലുണ്ടോ? ഇല്ല, 2 വാതിലേ ഉള്ളൂ. വരാന്ത ഉണ്ടെങ്കിലും ഗ്രില്ലിട്ടിട്ടുണ്ട്. എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ VARNDA, വരണ്ട എന്നാണ് വായിക്കുന്നത്. റോഡെ പോകുന്നവർ വരാന്ത എന്നാണ് എഴുതിയേക്കുന്നത്. വരണ്ട, ആരും വരുന്നുമില്ല. സിറ്റ് ഔട്ട് എന്നാണ്, പക്ഷെ അവിടെ ഇരുത്തുകയല്ല, അവിടെ ഗ്രില്ലിട്ടിരിക്കുക. പുറത്തിരുത്താനാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേ? ഏത് സിറ്റ് ഔട്ട്? ഇപ്പൊ അവിടെ ഇരുത്തുകയല്ല, പുറത്ത് നിന്നാ മതി. നീ ഓരോ വീടും ഓരോ ഗുഹയാ, ഓരോ നില നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഈ ഗുഹാവാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എര തേടി പുറത്തിറങ്ങും, എര വിഴുങ്ങും, അകത്ത് കയറും. പിന്നെ എര തേടി പുറത്തിറങ്ങും, എര വിഴുങ്ങും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ പെണ്ണും ആണും മക്കളുണ്ടല്ലോ, ഓരോ ഗുഹയിലല്ലേ. അവൻ അറ്റാച്ച്ഡ് ആയിട്ട് എല്ലാം ഉണ്ട്. ക്ലോസറ്റ് അറ്റാച്ച്ഡ് ആണ്, വാഷ് ബേസിൻ അറ്റാച്ച്ഡ് ആണ്, അവന്റെ സകലതും അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് അല്ലാത്ത 2 എണ്ണേ ഉള്ളൂ ആ വീട്ടിൽ, അപ്പനും അമ്മയും. അതുങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് അല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് എര വിഴുകാൻ വേണ്ടി ഡൈനിങ് ടേബിൾ വരെ വരും. വരുമ്പോഴും അവന്റെ കയ്യിൽ ഇതുണ്ട്, എര വിഴുങ്ങും. ഞാൻ ഈ മണപ്പള്ളിയിൽ അപ്പനോടും അമ്മയോടും ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റിനോട് നിങ്ങളുടെ ചെറുപ്പക്കാരായ ആണും പെണ്ണും, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല, അവർക്കതിന്റെ കാര്യമില്ല. കാരണം അവരുടെ അതിഥികളല്ലവർ. ഓരോരുത്തരും ഓരോ മുറിയും ഓരോ ഗുഹയാ. നമ്മൾ വികസിച്ചോണ്ടിരിക്കുക, നമ്മൾ പരമാവധി വികസിച്ചോണ്ടിരിക്കുകയാണ്. ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ച, ജീവിതത്തെക്കാൾ വലുത് കടപ്പാടുകൾ എന്ന് കരുതിയ രൂത്ത്, ബ്യൂട്ടി ഓഫ് ഐഡിയൽ റിലേഷൻഷിപ്സ്, ബാലൻസ്ഡ് ആർക്യൂ, ഇന്ന് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ പിള്ളേരൊന്നല്ലേ ഉള്ളൂ. കെട്ടിച്ചു വിടുമ്പോഴേ പറയുന്നത്, മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചോണം, അപ്പോഴേ ഡാഡി കാറുമായിട്ട് വരുമെന്ന്. പണ്ട് പഴയ ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? 8 നോമ്പില് കഴിക്കുന്ന കാര്യമല്ല, പഴയ സിനിമ കണ്ടിട്ടുണ്ടോ ചെമ്മീൻ? ഇല്ല. ദൈവമേ, ഒരു രക്ഷയില്ല. അച്ഛൻ എന്നാ വേണമെങ്കിലും പറഞ്ഞു. പണ്ടൊരു മുക്കുവൻ മുത്തിനു പോയി. കുടുംബസംഗമമായോണ്ടാണ്, ഒന്നും തോന്നരുത്. പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് തപസിരുന്നു, അവനെ കേട്ടിട്ടില്ല? ഇല്ല, ഞങ്ങൾ സിയോൻ സഞ്ചാരി മാത്രമേ പാടുള്ളൂ. ആ പാട്ടിന്റെ അർത്ഥം എന്താ? പണ്ടൊരു മുക്കുവൻ കടലിൽ മുത്തു തേടിപ്പോയി, കടൽ എടുത്തു കഴിഞ്ഞ 3-ാം പക്കം അരയന്റെ മൃതശരീരമാ കരയ്ക്ക്. മുക്കുവൻ മുത്തിനു പോയി പടിഞ്ഞാറൻ കാറ്റത്ത്, പക്ഷെ തീരത്തെ കുടിയിൽ അരയത്തി പെണ്ണ് തപസിരുന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു. കാത്തിരിക്കാൻ തയ്യാറുള്ളിടത്ത് ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വളരെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന കാലഘട്ടത്തിൽ ആ പഴയ ഓർമ്മപ്പെടുത്തൽ, പഴയ ശീലുകളൊക്കെ നമ്മോട് പറയുക, കാത്തിരിക്കാൻ തയ്യാറുള്ളിടത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ നിൽക്കും. പണ്ടൊരു പെൺകുഞ്ഞിനെ വളർത്തുമ്പോ നിരന്തരം അവളുടെ ചെകിട്ട ഓർമ്മ കൊടുക്കും. എന്താണെന്നറിയാം? അന്യ വീട്ടിൽ താമസിക്കേണ്ടവളാ, അല്ലേ? അന്യ വീട്ടിൽ താമസിക്കേണ്ടവളാ നീ. ഞാനിതൊക്കെ പറയുമ്പോ പഴഞ്ചനാണെന്ന് തോന്നും, പക്ഷെ നമുക്കിപ്പോ എന്താണ് ഈ പരിഷ്കാരം കൂടിയപ്പോ നമ്മള് സംസ്കാരം എടുത്ത് എവിടെ കളഞ്ഞു? കടലിൽ കളഞ്ഞു. നിങ്ങൾ മഴയുടെ പുറകെ പോകരുത്, നമുക്ക് തിരിച്ചു വരാം. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം, രൂത്ത് ഒരു സുന്ദരിയാണ്, കാഴ്ചയിലല്ല, ബന്ധങ്ങളെ അവൾ സൂക്ഷിച്ച കാര്യത്തിൽ. സിപ്പോറ ഒരു സുന്ദരിയാണ്, കാഴ്ചയിലല്ല, പൈതൃകങ്ങൾ കൈമാറിയ കാര്യത്തിൽ. ഇപ്പൊ 2 സുന്ദരികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ആൾ ആരാണ്? ഉറക്കെന്ന് പറഞ്ഞു, മഴയെ തോപ്പിക്കുന്ന ശബ്ദത്തിൽ ഒന്ന് പറയോ? കേട്ടില്ല. സിപ്പോറ. രണ്ടാമത്തെ ആൾ ആരാണ്? രൂത്ത്, അല്ലേ?
നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം, ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ശരിക്കും മൂന്നാമത്തെ സുന്ദരി, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ തരണം കേട്ടോ. തുണി കഴുകിയൊന്നും മുറ്റത്തിട്ടിട്ടില്ല ഉണങ്ങാൻ. ഇങ്ങോട്ട് നോക്കിക്കാട്ടും, ഇങ്ങോട്ട് നോക്കിക്കാട്ടും. മൂന്നാമത്തെ ആൾ കേൾക്കണേ, മഴയെ തോപ്പിക്കണം നമുക്ക്. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ ഒരു സുന്ദരിയുണ്ട്, അബീഗയിൽ എന്ന് പറയും. ഒന്ന് ഉറക്കെ പറഞ്ഞേ, അബീഗയിൽ. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ ഒരു സുന്ദരിയുണ്ട്, അവളുടെ പേരാണ് അബീഗയിൽ. ആരാണെന്ന് പറയട്ടെ, കേൾക്കണേ. പണ്ട് ഒരു ധനികനായ ഒരു മനുഷ്യൻ, നാബാൽ എന്നാണ് പേര്. ആള് ഇത്തിരി ഫ്രാഡാണ് കേട്ടോ. ആളുടെ ഭാര്യയുടെ പേരാണ് എന്ത്? ഇപ്പൊ പറഞ്ഞു ഞാൻ, അബീഗയിൽ. അവള് സുന്ദരിയാണ്, വിവേകവതിയാണ്, മിടുക്കിയാണ്. ഒരിക്കൽ അവളുടെ വീട്ടിൽ, നാബാലിന്റെ വീട്ടിൽ ഒരു ഉത്സവം നടക്കുന്നു. ആടുകളെ കത്തിരിക്കുന്ന വലിയ അടിയന്തരം, ഫ്രൈഡ് റൈസ്, ബിരിയാണി, കുഴിമന്തി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഭയങ്കര ഉത്സവമാണ്, ഭയങ്കര വിരുന്ന് നടക്കുന്നു. ആ നാട്ടിൽ അന്ന് ദാവീദും 100-400 പടയാളികളും എല്ലാം കൂടെ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല. ഈ ദാവീദ് അറിഞ്ഞു നാബാലിന്റെ വീട്ടിൽ ഒരു വലിയ സദ്യ നടക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം, 10 പേരെ ദാവീദ് പറഞ്ഞയച്ചു, ഒരു കത്തുമൊക്കെ കൊടുത്തു വിട്ടു. ആ നാബാലിന്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ബിരിയാണിയും കുറച്ച് കുഴിമന്തിയും കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ ചോദിക്കണം. ഇന്ന് പിള്ളേർക്ക് മനസ്സിലാകാൻ ഇങ്ങനെ പറയാണ്, ബൈബിളിൽ ഇത് എവിടെ ഉണ്ടെന്ന് പോയി തപ്പരുത്, ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു വിട്ടു. കത്ത് കിട്ടി. കത്ത് ഈ 10 പേരും നാബാലിന്റെ വീട്ടിൽ കൊട്ടയം വട്ടിയായിട്ടൊക്കെ വന്നു സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നാബാൽ ഈ കത്ത് വായിച്ചിട്ട് ചോദിച്ചു, ഹു ഈസ് ഡേവിഡ്? ദാവീദ് ആര്? വെല്ലുവിളിക്കുക, പോയി പണി നോക്കാൻ പറ. വെല്ലുവിളിച്ച് അവരെ മടക്കി അയച്ചു. ഒരു വിവേകവുമില്ലാതെ ദാവീദിന് അറിഞ്ഞു. ദാവീദ് എന്താ ഇതെന്നറിയാം? 400 പടയാളികളുമായി, വാളും വില്ലും പരിചയമായി നാബാലിനെ തച്ചു മുടിക്കാൻ വരിക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെ തലയെങ്കിലും ആട്ടിക്കോളൂ. ഇത് നമ്മുടെ പുള്ളിക്കാരി അറിഞ്ഞു, നമ്മുടെ സുന്ദരി. ആര്? അബീഗയിൽ. അബീഗയിൽ അറിഞ്ഞു അബീഗയിലിന്റെ ഭർത്താവ് വിവേകമില്ലാതെ പെരുമാറി എന്ന്. അബീഗയിൽ എന്താ ചെയ്തെന്നറിയാം? അബീഗയിൽ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ മുന്നിരുന്ന അച്ഛന്റെ മോടെ പേരല്ലേ? അല്ലേ? ആരാ മുന്നിരുന്ന അച്ഛൻ? അതുപോലും മറന്നല്ലോ ഇറണച്ചോ. അതെ, അച്ഛന്റെ മോടെ പേര് അബീഗയിൽ എന്നല്ലേ? അല്ലേ? അബീഗയിൽ എന്താ ചെയ്തെന്നറിയാം? ഒരു കുറെ സാധനങ്ങളൊക്കെ കുറെ വട്ടിക്കകത്തും കൊട്ടയ്ക്കകത്തും ഒക്കെ എടുത്ത് അവള് തന്നെ ഒരു കഴുതപ്പുറത്ത് കയറി കുറെ പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ദാവീദിന്റെ അടുത്ത്. ദാവീദ് അപ്പൊ ഇങ്ങനെ സൈന്യവുമായിട്ട് വരിക. ഓർത്ത് നോക്കുക, പണ്ട് സ്ത്രീയെ സൃഷ്ടിച്ച ഒരു കഥയുണ്ട്. എല്ലാ സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് പുരുഷനെ സൃഷ്ടിച്ചിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് പതിവിലും വൈകിയാണ് ദൈവത്തിന്റെ പണി തീർന്നത്. അങ്ങോട്ട് തീരാൻ വൈകി. അപ്പൊ മാലാഖമാരൊക്കെ അടുത്ത് പോണ്ട്. അപ്പൊ കൂട്ടത്തിലെ ഒരു മാലാഖ ചോദിച്ചു, ഇത്രയും സമയം എന്തിനാ എടുക്കണേ? ആരോട് ചോദിച്ചു? ദൈവത്തോട്. അപ്പൊ ദൈവം പറഞ്ഞു, എന്റെ ബുദ്ധിമുട്ട് നീ കാണുന്നില്ലേടാ. അപ്പം മാലാഖ പറഞ്ഞു, ഇന്നലെ ഒന്നും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. അപ്പം ദൈവം പറഞ്ഞു, ഇതൊരു മനോഹരമായ സൃഷ്ടിയാണ്. അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണം, കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയണം, മുറിവേറ്റവരെ പരിചരിക്കാൻ അറിയണം, ദിവസം 18 മണിക്കൂർ പണിയെടുക്കാൻ അറിയണം, ഒരേ സമയം 4 കാര്യങ്ങൾ ചെയ്യാൻ. ഞങ്ങൾ ആണുങ്ങളെ കൊണ്ട് ഒരേ സമയം ഒരു കാര്യം ചെയ്യാനോ അല്ലേ? ഒരേ സമയം 4 കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. ഇങ്ങനൊരു സൃഷ്ടിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് വൈകുന്നേ. മാലാഖ അമ്പരന്ന് പോയി. മാലാഖ ദൈവത്തോട് ചോദിച്ചു, 2 കൈ മാത്രം വെച്ചിട്ടാണോ ഇത്രയും ചെയ്യാൻ പറ്റുന്നത് ഈ സൃഷ്ടിക്ക്? ഇതാണോ ഇതിന് പറ്റിയ ജീവി? മാലാഖ ഈ സ്ത്രീയെ നോക്കിയിട്ട് ദൈവത്തോട് ചോദിച്ചു. ദൈവം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഈ മാലാഖ ഈ സ്ത്രീയെ മെല്ലെ തൊട്ടു നോക്കി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇത് വളരെ മൃദുവാണല്ലോ, ഇന്നലെ ഒന്നും ഉണ്ടാക്കിയതുപോലെ അല്ലല്ലോ, ഇത് വളരെ മൃദുവാണല്ലോ. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, അവള് പക്ഷെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. എങ്ങനെ പറഞ്ഞപ്പോ മാലാഖ ഇങ്ങനെ മൊത്തത്തിലൊന്ന് തൊട്ടു നോക്കിയിട്ട് കവിളി തൊട്ടു നോക്കിയപ്പോ ഒരു നനവ്. മാലാഖ പറഞ്ഞു, ദൈവമേ, ലീക്ക് ഉണ്ടല്ലോ.
അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് ലീക്കല്ലടാ, അത് കണ്ണുനീരാ, ഇവക്ക് മൊത്തത്തിലുള്ളതാണ്. അവളുടെ വൈകാരിക വിക്ഷോഭങ്ങളെ മുഴുവൻ, ഒരു വീടിന്റെ സങ്കടങ്ങളെ മുഴുവൻ ഒഴുക്കിക്കളയാൻ ഇവിടെ ഇങ്ങനെ ഇതുണ്ടായാലേ പറ്റുള്ളൂ. അത് ലീക്കല്ല മോനെ മാലാഖ എന്ന് പറഞ്ഞു. അപ്പൊ മാലാഖ പറഞ്ഞു, ദൈവമേ അങ്ങ് എന്തൊരു മഹാനാ, ഇത്രയും നല്ല സൃഷ്ടി ഇന്നലെ വരെ ചെയ്തോലൊന്നും അല്ല, ഇത്രയും നല്ല സൃഷ്ടി അങ്ങ് എത്ര ഭംഗിയായിട്ട് ചെയ്തു, ഇത് അങ്ങയുടെ ഏറ്റവും നല്ല സൃഷ്ടിയാണ്. ഇത്രയും പറഞ്ഞപ്പോ ദൈവം തമ്പുരാൻ ഒരു ഏതാണ്ടൊരിത്, ഇത്രയും നല്ലതാകാമോ? ദൈവം ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ് ഈ സാധനത്തെ. ഏത് സാധനത്തെ? പറയൂ. സ്ത്രീയെ. അപ്പൊ ദൈവം തമ്പുരാൻ ഒരു കുറവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവം വിചാരിച്ചു, ഇങ്ങനെ പടച്ചു വിട്ടാൽ പുരുഷൻ എല്ലാം മറന്ന് എവളെ നോക്കിയിരിക്കും, അത് കുഴപ്പമാണ്. കഥയുടെ അവസാനമാണ് ഇതിങ്ങനെയാണ്. ദൈവം അപകടം ഉണ്ടാകാതിരിക്കാൻ, പുരുഷൻ ഇങ്ങനെ നോക്കിയിരിക്കാതിരിക്കാൻ, ദൈവം അവസാനം അവളുടെ വായിൽ ഒരു നാക്ക് വെച്ചു കൊടുത്തു. എല്ലാം ശുഭമായി. ക്ഷമിക്കണം. അബീഗയിലിന്റെ വാക്കുകൾ എങ്ങനെ വർത്തമാനം പറയണം? ക്ലോഡിയ പീലാത്തോസിന്റെ ഭാര്യയാണ്. ഒരു കൊച്ചു കുറിപ്പാ കൊടുക്കുന്നത്, കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക, എന്റെ ഭർത്താവേ, എന്റെ അച്ചായ ആ നീതിമാന്റെ കാര്യത്തില് ഇടപെടരുത്. ഓർമ്മിപ്പിക്കലുകളുള്ള വീടാ. ഇന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ ഈ പിള്ളേരെ, നമ്മുടെ പിള്ളേരൊക്കെ ഇരിക്കുന്നു അല്ലേ, പലതും നാഗവല്ലിമാരാ അല്ലേ. എന്താ പോയാല് അല്ലെ, മോള് ടൂറിന് പോകണ്ട, ഇത്തവണ മോള് മൂന്നാറിന് പോകണ്ട, അല്ല എന്റെ ക്ലാസ്സിൽ എല്ലാരും പോകുന്നുണ്ട്, എനിക്ക് പോണം. മോളി പോണ്ട, ഇപ്പൊ പപ്പയുടെ സാഹചര്യം അറിയാലോ, ഇപ്പൊ പോണ്ട. എന്താ പോയാല് അല്ലെ, പിന്നെ നാഗവല്ലി വിടമാട്ടേ അല്ലേ. ഇതിനെയൊന്നും നമ്മൾ കണ്ടതിനോ അല്ല. വല്ലാത്തൊരു കാലഘട്ടത്തിൽ അബീഗയിലിന്റെ വാക്കുകൾ, അബീഗയിലിന്റെ വിവേകം, സിപ്പോറയുടെ പേരൻഹുഡ്, രൂത്തിന്റെ ബന്ധങ്ങളുടെ സൗന്ദര്യം, അബീഗയിലിന്റെ വൈകാരിക പക്വതയുടെ സൗന്ദര്യം. ഞാന് അവസാന ഭാഗങ്ങളിലേക്ക് രണ്ടുപേരെ കൂടെ പറയണമല്ലോ. ഇപ്പൊ മറന്നു പോരുതെന്ന് ഉറക്കെ പറഞ്ഞു. ഒന്ന്, ശബ്ദം പോരാ, ഇവന്മാരെ ഇളക്കരുത്, അതാ ഞാൻ നോക്കുന്നുണ്ട്, അധിക ശബ്ദം ഇല്ലാതെ പറയണേ. രണ്ടാമത്തെ ആള് രൂത്ത്, മൂന്നാമത്തെ ആള് ഉറക്കെ പറ, നാലാമത്തെ ആള് തബീഥ. ആരാണ്? അറിയോ സുന്ദരിയെ? ഇല്ല, പെടമാൻ. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ 9 കേട്ടോ. ബ്യൂട്ടി ഓഫ് വിർച്യൂസ്, ബ്യൂട്ടി ഓഫ് ഗുഡ് ഡീഡ്സ്, നല്ല പ്രവർത്തികളുടെ, ശേഷിപ്പുകളുടെ, കർമ്മങ്ങളുടെ സൗന്ദര്യം. മാർത്തമറിയ സമാജക്കാരെല്ലാവരും കൂടെ ബോഡിയുടെ ചുറ്റും ഇരുന്ന് പാട്ട് പാടുകയാണ്. പഠിക്കേ വേണ്ട. ആരുടെ ബോഡിക്ക് ചുറ്റിരുന്നറിയാം? തബീഥ മരിച്ചു. അകാലത്തിൽ മരിച്ച തബീഥയുടെ ബോഡിക്ക് ചുറ്റിരുന്ന് പാട്ടുപാടി. അപ്പോഴാണ് പലരും അങ്ങോട്ട് ചെന്നപ്പോ അവര് പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ തബീഥ ചേച്ചി ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് തുന്നിത്തന്ന കുപ്പായം കണ്ടോ, ഞങ്ങൾക്ക് തുന്നിത്തന്ന ഉടുപ്പുകൾ കണ്ടോ. ഉയർത്തി കാണിച്ചു തബീഥയുടെ ശേഷിപ്പുകൾ. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഞാൻ മണപ്പള്ളിയിൽ ചോദിക്കുകയാണ്, കാണിക്കാൻ എന്തുണ്ടാവും? നമ്മൾ കടന്നു പോയി കഴിയുമ്പോ മണപ്പള്ളി പള്ളിയിൽ ഏതെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞെങ്കിലും പറയോ അവളുണ്ടായിരുന്നെങ്കിൽ? പറയോ? അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇവിടെ എത്ര പേര് പറയും? നാട്ടുകാർ തബീതയുടെ കാര്യത്തിൽ പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ തബീത ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഉടുപ്പുകൾ, കുപ്പായങ്ങൾ കാണിപ്പാൻ അല്ലേ അവൾ പറഞ്ഞ വാക്കുകൾ. ഏശാവ് അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കിടക്കുമ്പോ അല്ല അനുഗ്രഹം മേടിക്കാൻ വരുന്നില്ലേ? അപ്പൻ ഇഷ്ടം പോലെ റബ്ബറും കോണ്ടസായും ഒക്കെ ഉണ്ട്, പക്ഷേ ചോദിക്കുന്നത് അതൊന്നുമല്ല. എന്റെ അപ്പാ, ഒരനുഗ്രഹം എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ? നമ്മുടെ മക്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊന്നും പണ്ടൊന്നുമല്ല, എന്തെങ്കിലും സുഹൃതങ്ങളുടെ ശേഷിപ്പ് കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ്. ഏശാവ് ചോദിക്കും, എന്റെ അപ്പ വലിയ പ്രതാപിയാണല്ലോ ഇസഹാക്ക് എന്ന് പറയുന്ന അപ്പൻ, അറ്റ്ലീസ്റ്റ് വൺ ബ്ലെസ്സിങ്, എനിക്കൊരു അനുഗ്രഹം ബാക്കിയിട്ടോ തരാൻ. അപ്പൻ ഒന്നും കൊടുക്കാനില്ല, എല്ലാം കൊടുത്തുപോയി മോനെ, എല്ലാം കൊടുത്തുപോയി. നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ പിള്ളേര്, നമ്മളൊക്കെ കുറെ കഴിയുമ്പോഴെങ്ങനെയാ? ഒന്നും ശേഷിപ്പുണ്ടാവില്ല.
ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ, ഒരു പ്രണയം തുടങ്ങുമ്പോൾ, ഒരു സൗഹൃദം സ്ഥാപിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തുടക്കത്തിൽ അതിനോടുണ്ടായിരുന്ന അടുപ്പമൊന്നും പിന്നീടില്ല. അല്ലേ പറ, മണപ്പള്ളി കെട്ടിക്കേറിയിട്ട് 14 വർഷമായില്ലേ? 32 വർഷമായില്ലേ? ആദ്യകാലത്തത് കുറഞ്ഞില്ലേ? കുറഞ്ഞോ കൂടിയോ? ഉറക്കെ പറയൂ. നിങ്ങളൊന്നും മിണ്ടുന്ന മനുഷ്യല്ല. 8 ദിവസം മൗനമാണെന്ന് തോന്നുന്നു. ആരംഭത്തിൽ വിളമ്പുന്നതിനൊക്കെ ലഹരിയുണ്ട്, പിന്നീട് എപ്പോഴോ മടുപ്പിക്കുക. ആദ്യ ദിവസങ്ങളിലൊക്കെ കുറെ കഴിഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കവിത വായിച്ചു. മണപ്പള്ളിക്കാർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭർത്താവോ ഏതെങ്കിലും ഭാര്യയോ നിങ്ങളുടെ വീടാണെന്ന് തോന്നുന്നെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ്. പറയട്ടോ? കവിത എങ്ങനെയാണ്? കാലാന്തരെ എന്നാണ് കവിതയുടെ പേര്. ഞാൻ പറയാം, ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താവിനോട് പറയുന്ന വർത്താനാണ്. കണ്ണിലെന്തോ വീണിരിക്കുന്നു, ഒന്ന് നോക്കിത്തരുമോ? അവൾ ചോദിച്ചു. അയാൾ വായന തുടർന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റക്കാലിൽ ചാടിച്ചാടി വന്ന് ഉള്ളങ്കാൽ കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, മുള്ളു കാണാനുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അയാൾ താൾ മറിച്ചു. ഇവിടെ നോക്കണം, ഒന്നുകൂടെ പറയാം. കണ്ണിലെന്തോ വീണിരിക്കുന്നു, ഒന്ന് നോക്കിത്തരുമോ? അവൾ ചോദിച്ചു. അയാൾ വായന തുടർന്നു. നമ്മളാണ്. ഒറ്റക്കാലിൽ ചാടിച്ചാടി വന്ന് ഉള്ളങ്കാൽ കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, മുള്ളു കാണാനുണ്ടോ? അയാൾ താൾ മറിച്ചു. നിന്റെ ദേഹത്ത് എവിടെയെങ്കിലും സ്ഥിരതാമസനായി ഒരല്പം സ്ഥലം വിട്ടുതരുമോ? പൊന്നും വില തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് പണ്ട്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കുടില് കെട്ടാനുള്ള, ഒറ്റമുറിക്കുള്ള, ഒരു കട്ടിലിടാനുള്ള, സൂചി കുത്താനുള്ള എന്നയാൾ പണ്ട് പടിപടിയായി ഇറങ്ങി വന്നു. അന്ന് അയാൾക്ക് ഇറങ്ങി വരാൻ ഒരുപാട് പടികളുണ്ടായിരുന്നു. തരില്ല എന്ന് അവൾ ഗർവിഷ്ഠയായി അന്ന് പറഞ്ഞു. ഇന്ന് അയാൾക്ക് ആവേശമോ അവൾക്ക് ഗർവമോ ഇല്ല. ഇത്രയേ ഉള്ളൂ. വല്ലതും മനസ്സിലായോ? മനസ്സിലാകാത്ത എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. മനസ്സിലായോ? മനസ്സിലായേ? ഞങ്ങളുടെ വീടാ ചോല്ലേ, ഞങ്ങളുടെ വീടാ. പലതും പറയുമ്പോ പുള്ളി എന്ത് ചെയ്യുന്നില്ല? മൈൻഡ് ചെയ്യുന്നില്ല. കണ്ണിലെന്തോ വീണിരിക്കുന്നു, ഒന്ന് നോക്കിത്തരുമോ? അയാൾ വായന തുടർന്നു. ഒറ്റക്കാലിൽ ചാടിച്ചാടി വന്ന് മുള്ളു കാണാനുണ്ടോ എന്നവൾ ചോദിച്ചു. അയാൾ താൾ മറിച്ചു. നമ്മുടെ ഭർത്താവല്ലേ? ആദ്യ സ്നേഹം തണുത്തുപോയി. തബീഥ ഒരുപാട് കഴിയുമ്പോഴും ഒരുപാട് പഴകുമ്പോഴും ജീവിതം ഇങ്ങനെ ഇന്ന് ഭാഷ ചിതറുന്ന വീടുകളാ, ഭാഷ മനസ്സിലാകാത്ത വീടുകളാ. ഞാൻ അവസാനിപ്പിക്കാം, ഒരു കഥ പറയാം. പണ്ട് ഒരു വീട്ടിൽ, ഒരു നാട്ടിൽ ഒരു കല്യാണം നടന്നു. കല്യാണം നടന്നപ്പോ ഭർത്താവ് ഫിസിക്സ് മെയിൻ ആണ്, ഗവേഷണമൊക്കെ നടത്തുന്ന ആളാണ്. ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കട്ടി കണ്ണട വച്ചിരിക്കുന്ന ഒരാളാണ്. ഭാര്യ മലയാളം മെയിനാണ്, കവിയത്രിയാണ്, കവിതയൊക്കെ എഴുതും. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം രാത്രി സമയം 8 മണി. അവൾ ആദ്യ ദിവസത്തെ രാത്രിയിൽ മുറിയുടെ വരാന്തയിൽ നിൽക്കുകയാണ്. അപ്പൊ അവള് നോക്കിയപ്പോ ഇങ്ങനെ പൂർണ്ണചന്ദ്രനുള്ള, പൗർണമിയുള്ള ദിവസമാണ്. മുറ്റത്തെല്ലാം ചന്ദ്രൻ ഇങ്ങനെ പ്രകാശം പരത്തി കിടക്കുന്നു. ഭർത്താവ് മുറിയിലേക്ക് വന്നു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ ചേട്ടാ, എത്ര സുന്ദരമാണ് നിലാവ് ഈ രാത്രി, നിലാവ് ഈ രാത്രി തൻ നിശാവസ്ത്രം, എത്ര മനോഹരം. അവളുടെ കവിത ഉണർന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, പുള്ളി ഫിസിക്സ് മെയിനാണ്, ഇത് നിശാവസ്ത്രം ഒന്നുമല്ല,
സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിബിംബമുണ്ടായി അതിന്റെ പ്രകാശരേണുക്കൾ ഭൂമിയിൽ പ്രതിഫലിക്കുന്നതിന്റെ പേരാണ് എന്ത്? പുള്ളിക്കാരന്റെ മുഖത്തോട്ട് നോക്കുന്നത് എന്നാ ഈ മനുഷ്യൻ പറയുന്നത്? ഫിസിക്സാ. അന്ന് രണ്ടും കൂടെ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഇതുപോലെ ചില സംഭവങ്ങൾ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ കടൽപ്പുറത്തിരിക്കുന്നു, ബീച്ചിൽ, കടൽ തീരത്തെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറുന്ന കണ്ടപ്പോ ഭാര്യ, അവള് കവിയാണല്ലോ, മലയാളം മെയിനല്ലേ, അവളുടെ ഉള്ളിലെ കവിത ഉണർന്നു. അവള് പറഞ്ഞു, ചേട്ടാ നോക്കൂ, കടലിന്റെ പ്രണയാർദ്ര ഭാവങ്ങൾ കണ്ടില്ലേ? എത്ര മനോഹരമായാണ് തിരമാലകൾ കരയെ ചുംബിക്കുന്നത്. ഓ, അപ്പൊ പുള്ളി പറഞ്ഞു, അല്ല, ആഴക്കടലിൽ സൂര്യപ്രകാശത്തിന്റെ ചൂട് മുഖാന്തരം ഉണ്ടാകുന്ന ഘർഷണത്തിന്റെ വ്യത്യാസമായി ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിന്റെ ഫലമായി ജലകണികകൾ തീരത്തേക്ക് വരുന്ന പ്രതിഭാസത്തിന്റെ പേരാണെന്ത്? തിരമാല. ഫിസിക്സ് മെയിൻ. മനസ്സിലായില്ലേ? ആ കഥയ്ക്ക് ഒരു വരി കൂടെ ഉള്ളൂ. പിന്നെ അവർ കണ്ടുമുട്ടിയത് കുടുംബ കോടതിയിലായിരുന്നു. ഭാഷ ചിതറുന്ന വീടുകൾ. ഇത് നമ്മുടെ വീടുകൾ പെന്തിക്കോസ്തിയിൽ ഭാഷയുടെ ഐക്യത്തിൽ ആരംഭിക്കുകയും ബാബേലിൽ അവസാനിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, തബീഥ, പള്ളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, പള്ളിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം. ഇവിടെ ഇരുന്ന് തലേ തുണിയിട്ട് വലിയ വായില് ഒരു കാര്യമില്ല. പള്ളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, പള്ളിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞായറാഴ്ച എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ഞായറാഴ്ചക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മീയത. അവിടെ നമ്മൾ പരാജയപ്പെടല്ലേ? 5ാമത്തെ സുന്ദരി, പരമസുന്ദരി മറിയം. അപ്പൊ നമ്മൾ 4 പേരെ പറഞ്ഞു. ആര്? സിപ്പോറ, രൂത്ത്, അബിഗയിൽ. 4ാമത്തെ ആളാണ് ആര്? തബീഥ. 5ാമത്തെ ആൾ ആരെ പറഞ്ഞാണ് അവസാനിപ്പിക്കുക? മറിയം. മറിയം ആത്മീക പൈതൃകത്തിന്റെ സൗന്ദര്യമാണ് മറിയം. ഒരു വീട് എങ്ങനെയായിരിക്കണമെന്ന് മറിയം കാണിച്ചു തരും. പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. അമ്മയും മകനും ഒക്കെ ഒരുപോലെ. കല്യാണം ഉറച്ചിരിക്കുന്ന പെങ്കൊച്ചിന്റെ ജീവിതത്തിലേക്ക് ഒടേതമ്പുരാൻ തീ കോരിയിടുമ്പോ അമ്മ പറഞ്ഞു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഹിനേനി, ഹിനേനി എന്നാണ് പറഞ്ഞത്. മോനോ പെസഹരാത്രിയിൽ ഒലിവ് മരങ്ങളുടെ ഇടയ്ക്കിരിക്കുമ്പോ മരണം മുന്നിൽ വന്ന് മുട്ടി വിളിക്കുമ്പോ പറഞ്ഞു, നിന്റെ വാക്കുപോലെ, എന്റെ ഇഷ്ടമല്ല, നിന്റെ വാക്കുപോലെ. അമ്മയും മകനും ഒരുപോലെയാ. എന്തൊരു വീടാ ഇത്! വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ പെങ്കൊച്ചിന്റെ കല്യാണം മുടങ്ങിയേക്കാം. ദൈവം കുറെ അഗ്നി സമാനമായ അനുഭവങ്ങൾ കൊടുത്തപ്പോ മറിയം പാടുക, വേദനയ്ക്കകത്ത് പാട്ടുപാടുന്നൊരു അമ്മ മറിയുണ്ട്. മകനോ പെസഹരാത്രിയിൽ പാട്ട് പാടുക, സ്തോത്രം പാടുക, സങ്കടങ്ങളിൽ പാടുന്നൊരു അമ്മയുണ്ട്. മോനും അങ്ങനെ തന്നെയാണ്. അമ്മയെ നോക്കിക്കേ, വേദന വരുമ്പോഴെല്ലാം ഒക്കെ ഉള്ളിൽ സംഗ്രഹിച്ച് മൗനിയാകുന്നൊരമ്മയാണ് മറിയം. മൗനമാ. മോനോ പീലാത്തോസ് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല. സങ്കടങ്ങളെ മൗനം കൊണ്ട് ജയിക്കുന്ന ഒരു അമ്മയുണ്ട് അവിടെ. മോനുണ്ട്. ഇത് അമ്മയിൽ നിന്ന് മോന് കിട്ടിയെന്ന് ഞാൻ പറയില്ല, അത് വേറെ വിപരീതമാവും. പക്ഷെ ഞാൻ പറയാം, അമ്മയിലും മകനിലും ഒരേപോലെയുള്ള ഭാവം. നമ്മുടെ വീടിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചപ്പോ നമുക്കൊരു ആശംസ കിട്ടി. എന്തെന്നറിയാം? അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കിട്ടിയോ? അതാ ഭാഗ്യം. കല്യാണത്തിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാ പ്രിയപ്പെട്ടവരെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. തലമുറകൾ ഒരേപോലെ പോവുക. അതാണ് മറിയത്തിന്റെ സൗന്ദര്യം, മറിയത്തിന്റെ വീടിന്റെ സൗന്ദര്യം, അമ്മമാരുടെ സൗന്ദര്യം. ആ ഭാഗം വിശദീകരിക്കാൻ സമയമില്ല, വളരെ വൈകിയിരിക്കുന്നു. 5 സുന്ദരികളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നമ്മുടെ വീടിന് വെട്ടം തരുന്ന 1ാമത്തെ ആൾ ആരാണ്? ഉറക്കെ പറയൂ. സിപ്പോറ. നമ്മുടെ ഭർത്താക്കന്മാർ മറന്നു പോകാം പലതും. നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ പലതും മറന്നുപോയേക്കാം.
ഒരു സിപ്പോറയെ പോലെ കുറെ കാര്യങ്ങൾ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? കുറെ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ സുന്ദരി ആരാണ്? രൂത്ത്. ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ച് ബാലൻസ്ഡ് ആർക്യൂ ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീയാണ് ആര്? രൂത്ത്. മൂന്നാമത്തെ ആൾ ആരാണ്? പുരുഷന്റെ അഗ്നിയെ വൈകാരിക പക്വത കൊണ്ട് നേരിടുന്ന, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എത്ര സംസാരിക്കണം എന്നൊരു പെണ്ണിനെ പഠിപ്പിക്കുന്ന സ്ത്രീയാണ് ആര്? അബിഗയിൽ. നാലാമത്തെ സ്ത്രീ ആരാണ്? തബീഥ. തുടങ്ങുന്നത് പോലെ ഒടുങ്ങണം എന്ന് പഠിപ്പിക്കുന്നവളാണ് തബീഥ. എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ. കാണിക്കാൻ ചില ശേഷിപ്പുകളുണ്ടോ, കടന്നുപോയാലും ഓർക്കാൻ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ടോ, അതാണ് തബീഥ. അഞ്ചാമത്തെ സുന്ദരി ആരാണ്? പരമസുന്ദരി പരിശുദ്ധ മറിയം. സ്പിരിച്വൽ ഹെറിഡിറ്റിയാണത്. ആത്മീക പൈതൃകങ്ങളുടെ സൗന്ദര്യമാണ്. തലമുറകളിലൂടെ ഒരേ ആത്മീക ഭാവം ഇങ്ങനെ മനോഹരമായി കാണുകയാണ്. സ്നേഹമുള്ളവരെ, കുറച്ചു കാര്യങ്ങൾ പറയാനുള്ള ഒരു ചുരുങ്ങിയ സമയം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് കുറെ വെട്ടം ഇതിനകത്ത് നിന്നൊക്കെ കിട്ടട്ടെ, കുറെ പ്രകാശം എനിക്കും നിങ്ങൾക്കും കിട്ടട്ടെ. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നമ്മളോട് തന്നെ ചിന്തിക്കാനും ധ്യാനിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ ഈ 5 കാര്യങ്ങളും ഓരോരുത്തരെ കുറിച്ച് ഉറക്കെ പറഞ്ഞ് മറുപടി പറഞ്ഞ് തിരിച്ചു പോകണം. ഒറ്റ വാക്കില് ഓരോരുത്തരെയും പേര് മാത്രം ഒന്ന് ഉറക്കെ പറഞ്ഞ്. 1, ശബ്ദം പോരാ. 1, 2, 3, 4, 5. മറിയം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.